ജനങ്ങളുടെ ബിഹേവിയർ സയൻസൊക്കെ പഠിക്കുകയും അതിനെക്കുറിച്ച് ആ ബിഹേവിയർ അഭിനയിച്ച് കാണിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ശരിയാണ് ജോൺ മിനിസ്റ്ററെ, ഈ അഭിനയം എന്ന് പറയുന്ന ഒരു നിസ്സാര കഴിവൊന്നുമല്ല. പക്ഷെ മലയാളികൾക്ക് അതിനുള്ള കഴിവൊന്ന് വേറെ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ മലയാള നടന്മാർ ഈ ദേശീയ മത്സരത്തിലൊക്കെ ഒന്നാന്തരം നടന്മാരായിട്ട് മോഹൻലാൽ, മമ്മൂട്ടി, അങ്ങനെ എത്ര പേരാണ് മലയാള സിനിമയിൽ അഭിനയത്തിന് ദേശീയ അവാർഡ് കിട്ടുന്നത്. ഈ അഭിനയത്തിൽ മലയാളിയെ കവിഞ്ഞ് മറ്റാരുമില്ല. അല്ല, സാർ പറഞ്ഞു വരുന്നത് ഒരു പാവപ്പെട്ടവനായിട്ട് പണക്കാരൻ അഭിനയിക്കുന്നു, അല്ലെങ്കിൽ പരമദരിദ്രനായിട്ട് അഭിനയിക്കുന്നു. അഭിനയം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. കറക്റ്റ് ഒബ്സർവേഷൻ ആണ് മിനിസ്റ്ററെ. ഈ ദരിദ്രനായി അഭിനയിക്കുക എന്ന് പറയുന്നത് വലിയ കഷ്ടമാണ്. എല്ലാവർക്കും പണക്കാരനായി അഭിനയിക്കുക എന്ന് പറഞ്ഞു വെച്ചാൽ വലിയ ഇഷ്ടമായിരിക്കും. നല്ല സൂട്ടിടുക, കോട്ടിടുക, എന്നിട്ട് പണക്കാരനായിട്ട് അഭിനയിക്കുന്നത് വലിയ താല്പര്യം ഉണ്ടായിരിക്കും. ഈ ദരിദ്രനായി അഭിനയിക്കുന്നുണ്ടല്ലോ, വലിയ കഷ്ടമുള്ള പരിപാടിയാണ്. അങ്ങനെ ഫലിപ്പിച്ചാൽ അത് നല്ല കഴിവുള്ളതാണ്. അക്കാര്യത്തിൽ മലയാളിയെ കവച്ചു വയ്ക്കാൻ ആരുമില്ല എന്നാണോ ഇപ്പോൾ സാറ് പറഞ്ഞു വരുന്നത്? എന്നാലും സാർ പറഞ്ഞു വരുന്നതിൻ്റെ ആ ഗുട്ടൻസ് പിടികിട്ടിയില്ല. ഒന്ന് തെളിച്ച് പറയാമോ? ബിഹേവിയർ എന്താന്ന് പറഞ്ഞാൽ, ഈ ബസ്സിന് കാശില്ലാത്ത സ്ത്രീ സ്വകാര്യ സ്കൂളിലേക്ക് കുട്ടികളെ വിടുകയാണ്. എന്നാൽ തൊട്ടപ്പുറത്ത് കുട്ടിയെ ചേർക്കുന്നത് ഫീസ് കൊടുക്കുന്ന സ്കൂളിലാണ്. ഈ ബസ്സിന് കാശില്ലാത്ത സ്ത്രീ ഗവൺമെന്റ് സ്കൂളിലേക്ക് ഇപ്പോഴും കുട്ടികളെ വിടുന്നതിന് പകരം ഫീസ് കൊടുക്കേണ്ടാത്ത പ്രൈവറ്റിൽ പോലും വിടാതെ എവിടെ വിടുന്നത്? ഫീസ് കൊടുക്കേണ്ട സ്കൂളിലേക്ക് വിടുന്നു. ഇപ്പോൾ നമ്മുടെ മിനിസ്റ്റർ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം ഏതാണ്ട് പിടുത്തം കിട്ടി. ഈ പ്രിയദർശിനി ബസ്സിൻ്റെ കഥയല്ലേ, ഫ്രീ യാത്രയെ പറ്റിയല്ലേ, ഓസിന് യാത്ര ചെയ്യുന്നതിനെ പറ്റിയല്ലേ. അങ്ങനെ ചെയ്യുന്ന സ്ത്രീകൾ തങ്ങളുടെ മക്കളെയൊക്കെ വിടുന്നത് നല്ല ഫീസ് കൊടുത്ത് പഠിപ്പിക്കേണ്ട സ്വകാര്യ സ്കൂളിലേക്കാണെന്നല്ലേ സാറ് പറഞ്ഞു വരുന്നത്? അപ്പോൾ നല്ല കഴിവുള്ള സ്വകാര്യ സ്കൂളിലൊക്കെ പഠിപ്പിക്കാൻ കഴിവുള്ള സ്ത്രീകൾ ഈ കേവലം 10, 30, 40 രൂപ ലാഭം നോക്കി പ്രിയദർശിനി ബസ്സിലേക്ക് തള്ളിക്കയറാൻ വരുന്നു എന്നാണ് ഇപ്പോൾ സാറ് പറഞ്ഞതിൻ്റെ ആകെ മൊത്തം പൊരുൾ ഞങ്ങൾക്ക് മനസ്സിലായത്. അങ്ങനെ തന്നെ അല്ലേ? ആശുപത്രിയുടെ കാര്യം വരുമ്പോൾ ഇതേ സ്ത്രീ തൻ്റെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് വരാന്തയിൽ കിടക്കുകയാണ് ഗവൺമെൻറ് ആശുപത്രി. ഈ 3 കാര്യങ്ങൾ, പൊതുജനാരോഗ്യം, പൊതുഗതാഗതം, പൊതുവിദ്യാഭ്യാസം, കേരളത്തിലെ ജനങ്ങളുടെ ബിഹേവിയർ, അവരുടെ പെരുമാറ്റം എന്നെ അതിശയിപ്പിക്കുകയാണ്. ബസ് വന്നാൽ കാശ് കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറുന്നു. പണമില്ലേ എന്നായിരിക്കും ഈ പറഞ്ഞു വന്നതിൻ്റെ ഒഴുക്കിൽ സാധാരണഗതിയിൽ ഒരാൾ പറയുക. അങ്ങനെ മന്ത്രി ഇവിടെ പറഞ്ഞിട്ടുണ്ടാകാൻ സാധ്യതയില്ല എന്ന് നമുക്ക് അനുമാനിക്കാം. എന്തായാലും മന്ത്രി പറഞ്ഞത് വെറുതെ കിട്ടുന്ന ആസ്പത്രിയിലേക്ക് പൊതുജനാരോഗ്യം അത് സർക്കാരിനെ ആശ്രയിക്കും. വെറുതെ കിട്ടുന്ന സർക്കാർ ബസ്സിൽ ഓടിക്കയറും. എന്നാൽ മക്കളെ പഠിപ്പിക്കാൻ നല്ല കാശ് കൊടുത്ത് നല്ല വലിയ വൻകിട സ്വകാര്യ സ്കൂളിലേക്ക് പറഞ്ഞയക്കും. ഇതാണ് അഭിനയം എന്ന് പറഞ്ഞത്. അങ്ങനെ കഴിവുള്ളവരെ ഈ സർക്കാരിൻ്റെ ഓസ് പറ്റാൻ നിങ്ങൾ കയറി വരുന്നു എന്നാണ് പറയുന്നത്. ഈ പറഞ്ഞതിൽ നിന്ന് നമുക്ക് എന്ത് അനുമാനത്തിലെത്താം? ആരെങ്കിലും ഈ ഇലക്ഷന് മുമ്പ് കേരളത്തിലെ ഏതെങ്കിലും ഒരു മലയാളി അയ്യോ ഞങ്ങൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര വേണമെന്ന് പറഞ്ഞ് കേരളത്തിലെ ആണോ പെണ്ണോ ഏതെങ്കിലും ദരിദ്ര വിഭാഗങ്ങളോ ആവശ്യപ്പെടുകയോ അതിനുവേണ്ടി ഒരു സമരം നടത്തുകയോ അങ്ങനെ ഒരു ഡിമാൻഡോ വെച്ചതായി കാണുന്നില്ല. പല സംസ്ഥാനങ്ങളും അങ്ങനെ കൊടുക്കുന്നുണ്ട്. ആ കൊടുത്ത സംസ്ഥാനങ്ങളൊക്കെ അതിൻ്റെ ദുരന്ത ഫലങ്ങൾ ഓരോ വർഷം കഴിയും തോറും അനുഭവിച്ചു വരുന്നുണ്ട്. എന്നാൽ ഇവിടെ കേരളത്തിൽ തങ്ങൾക്ക് അധികാരം കിട്ടണമെങ്കിൽ, ഈ വിധത്തിൽ സ്ത്രീകളുടെ വോട്ട് ഒന്നായി തങ്ങളുടെ പെട്ടിയിൽ വീഴണമെങ്കിൽ ഇങ്ങനൊരു കുറുക്കു വഴിയുള്ളൂ എന്ന് കണ്ട് ആ ഒരു പ്രയോഗം നടത്തി 5 ഗ്യാരണ്ടികളിൽ ഒരു ഗ്യാരണ്ടിയാക്കി സകല വോട്ടും തങ്ങളുടെ പെട്ടിയിലാക്കി ആവേശത്തിനങ്ങ് നടപ്പിലാക്കി. ഇപ്പോൾ ഏതാണ്ട് 90 കോടിയോളം രൂപ ഒരു മാസം ചെലവ് വരുന്ന ഈ പദ്ധതി തട്ടിക്കഴിഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും ഇവരെ ഇവിടെ നിന്ന് ഒഴിവാക്കാനുള്ള കുറുക്ക് വഴികളുണ്ടോ എന്ന് ആലോചിക്കുകയല്ലേ ഈ സംസാരത്തിൻ്റെ പിന്നിലെന്ന് ആരെങ്കിലും മലയാളി ശുദ്ധഗതിയിൽ അഭിമാനബോധമുള്ള സ്ത്രീകൾക്ക് തോന്നിയെങ്കിൽ അതിൽ കുറ്റം പറയാൻ പറ്റില്ല മിനിസ്റ്റർ. അങ്ങനെ ഒരു ചിന്ത ഇതിനകത്തുണ്ട്. പ്രിയപ്പെട്ട മിനിസ്റ്ററെ, മിനിസ്റ്ററോട് പറയാനുള്ളത് ദാരിദ്ര്യം എന്നുള്ളത് ഒരവസ്ഥയാണ്. അതാരും ആഗ്രഹിക്കുന്നതല്ല. അത് മുതലാളിത്ത വ്യവസ്ഥയുടെ ഒരു ബൈ പ്രൊഡക്റ്റാണ്. അവനവൻ ചെന്ന് എത്തിപ്പെടുകയാണ് ചൂഷണത്തിനിരയായി. പല വിധത്തിലുള്ള ചൂഷണം കൊണ്ടും ജാതീയമായി, വംശീയമായിട്ട്, സാമ്പത്തികമായിട്ടെല്ലാം ചൂഷണത്തിനിരയായി ദരിദ്രാവസ്ഥയിൽ കഴിയേണ്ടി വരിക എന്നുള്ളത് ഒരു വല്ലാത്ത അവസ്ഥയാണെന്നുള്ള മിനിസ്റ്റർക്ക് അറിയാവുകയില്ല.
മിനിസ്റ്ററാണെന്ന് ഇന്ത്യയിലെ ഏക ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിയായിട്ടുള്ളത്. മിനിസ്റ്ററുടെ രാഷ്ട്രീയം തുടങ്ങി വെക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലൂടെയാണ്. മിനിസ്റ്റർ അതൊരു 10-40 വർഷം മുമ്പ് ഉപേക്ഷിച്ച് ഇതാണ് ശരിയായ കമ്മ്യൂണിസം എന്നും പറഞ്ഞ് ഈ UDF കൂടെ വലതുപക്ഷ ചിന്താഗതിക്കാരുടെ കൂടെ കൂടിയിട്ട് 40 വർഷമായില്ലേ. സ്വാഭാവികമായിട്ടും 40 വർഷത്തെ ആ സഹവാസം കൊണ്ട് അതിൻ്റേതായ എല്ലാ ഗുണങ്ങളും മിനിസ്റ്ററിലും ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ മലയാളിക്ക് യാതൊരു സംശയമില്ല. അതിൻ്റെ ലക്ഷണങ്ങളാണ് ഈ കാണിക്കുന്നത് എന്നുള്ള കാര്യത്തിലും. കൊടുത്തിട്ട് അപമാനിക്കുക, നിങ്ങൾ തന്നെ വിളിച്ചു കൊടുത്തതാണ്. മിനിസ്റ്ററെ, കേരളത്തിൽ ഒരു സ്ത്രീയും അങ്ങോട്ട് വന്ന് ഇങ്ങനൊരു ഡിമാൻഡ് വെച്ചിട്ടില്ല. ഞങ്ങൾക്ക് KSRTCയിൽ സൗജന്യം വേണമെന്ന് അവർ ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല ഒരു മുന്നണിയോടും. നിങ്ങൾ അങ്ങോട്ട് ഓഫർ ചെയ്താണ്. ഞങ്ങൾക്ക് വോട്ട് തന്ന അധികാരത്തിൽ തന്നാൽ നിങ്ങൾക്ക് KSRTCയിൽ ഒന്നും നോക്കാതെ സ്ത്രീ ആയിരുന്നാൽ മതി. കേരളത്തിലെന്നല്ല എവിടെ യാത്ര ചെയ്യാനും KSRTCയിൽ ഫ്രീ ആയി സ്ത്രീകൾക്ക് മറ്റൊന്നും കൺസിഡർ ചെയ്യാതെ, അവരുടെ സാമ്പത്തികമോ മറ്റൊന്നും തന്നെ കൺസിഡർ ചെയ്യാതെ സൗജന്യം തരും എന്ന് പറഞ്ഞത് നിങ്ങളാണ്. എവിടേക്കും ഏതിലും എന്നാണ് പറഞ്ഞത്. അത് പക്ഷെ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഓർഡിനറി ബസ്സുകളായി ചുരുക്കി. ഇനി അത് പോകട്ടെ, അത്രത്തോളമെങ്കിലും അത് നടപ്പിലാക്കിയല്ലോ. സ്ത്രീകൾ വളരെ ഹാപ്പിയായിരുന്നു, അതിലവർ സന്തുഷ്ടരായിരുന്നു. അവരെയാണ് ഈ 1 മാസം കഴിഞ്ഞപ്പോൾ നിങ്ങൾ അപഹസിക്കുന്നത് മന്ത്രി എന്നുള്ളത് മറക്കണ്ട. കാരണം ഈ ലാഭം കണ്ടാൽ, ഈ വെറുതെ പറയും മോസിന് കിട്ടിയാൽ വിഷമം തിന്നും എന്ന് പൊതുവെ നമ്മൾ പറയുന്നുണ്ട്. ആ വിധത്തിൽ അപമാനിക്കുന്ന വിധത്തിലായി ഈ സംസാരം എന്നുള്ള കാര്യത്തിൽ തർക്കമേ ഇല്ല മിനിസ്റ്റർ. അതിനി എന്ത് പറഞ്ഞ് ഒഴിവ് കഴിവ് പറഞ്ഞാലും, ഈ പറഞ്ഞതിൽ ഖേദം പ്രകടിപ്പിച്ചാലും ഈ ഉണ്ടാക്കിയ മുറിവ് അവിടെ തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം ആ വിധത്തിൽ ഒരു അപഹസിക്കുന്ന രീതിയിലായിരുന്നു മിനിസ്റ്റർ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നുള്ളത്. മിനിസ്റ്റർ ഒരിക്കൽ കൂടി മിനിസ്റ്ററുടെ വാക്കുകൾ കേട്ടാൽ അത് മിനിസ്റ്റർക്ക് ബോധ്യമാവും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പറഞ്ഞാൽ അതിലൊരു ഖേദം പ്രകടിപ്പിച്ചാൽ അത്രത്തോളം അവനവൻ്റെ ഇമേജ് കുറച്ച് ഉയരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. പക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള താങ്കളെപ്പോലെ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ ദാരിദ്ര്യം അഭിനയിച്ച് അവരുടെ കുഞ്ഞുങ്ങളെ നല്ല സ്കൂളിൽ പഠിപ്പിക്കുന്നതിന് അപഹസിച്ച് ഈ KSRTCയിൽ നിങ്ങൾ അങ്ങോട്ട് ഓഫർ ചെയ്ത ഒരു ആനുകൂല്യം അത് ഉപയോഗപ്പെടുത്തുന്നതിനെ പരിഹസിക്കാൻ പാടില്ലായിരുന്നു മിനിസ്റ്ററെ. അത് തെറ്റാണ്. കാരണം KSRTCയിൽ ഒരു സ്ത്രീക്ക് കയറിക്കഴിഞ്ഞാൽ ഇപ്പോൾ പൈസ കൊടുത്ത് യാത്ര ചെയ്യാനുള്ള ഒരു വകുപ്പും ഇപ്പോൾ നിങ്ങളുടെ കയ്യിലില്ല. അതിൽ കയറിയാൽ 0 ടിക്കറ്റ് കൊടുക്കാൻ മാത്രമേ കഴിയുള്ളൂ. ഒരു സ്ത്രീ അങ്ങോട്ട് ഓഫർ ചെയ്താൽ പോലും അതിലെ കണ്ടക്ടർക്ക് എന്നാൽ കാശ് വാങ്ങിയിട്ട് കാശിൻ്റെ ഒരു ടിക്കറ്റ് കൊടുക്കാൻ പറ്റില്ല. അപ്പം മെൻ എന്ന് ടിക്കറ്റ് അടിക്കേണ്ടി വരും. വിമൺ എന്നടിച്ചാൽ 0 ടിക്കറ്റേ നിങ്ങളുടെ സിസ്റ്റത്തിൽ വരുള്ളൂ. അതെങ്കിലും മനസ്സിലാക്കിയിട്ടാണ് സാർ ഈ പറഞ്ഞിരുന്നെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾ മാന്യമായി പറയണം, അടുത്ത മാസം മുതൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് BPLകാർക്കേ ഉള്ളൂ, അതിദാരിദ്ര്യാവസ്ഥയിൽ കഴിയുന്നവർക്കേ ഉള്ളൂ. നിങ്ങൾ പറയണം BPL കുടുംബങ്ങൾക്ക് മാത്രമേ ഞങ്ങൾ തരുള്ളൂ, അല്ലെങ്കിൽ ഇത്ര വരുമാനത്തിൽ താഴെയുള്ളവർക്ക് മാത്രമേ ഈ ആനുകൂല്യം കൊടുക്കുന്നുള്ളൂ. ആരും ഒരു കുറ്റവും നിങ്ങളോട് പറയില്ലായിരുന്നു. നിങ്ങൾ ഇലക്ഷൻ കാലത്തും അതേ പറഞ്ഞിരുന്നെങ്കിൽ, ഇലക്ഷൻ കാലത്ത് നിങ്ങൾ ആ ഓഫറെ വെച്ചിരുന്നെങ്കിൽ മലയാളി കുറ്റപ്പെടുത്തില്ലായിരുന്നു. പക്ഷെ നിങ്ങളുടെ ആവശ്യം അതല്ലായിരുന്നു. ദരിദ്രനെന്നോ സമ്പന്നനോ എന്ന് നോക്കാതെ എല്ലാ സ്ത്രീകളുടെയും വോട്ട് നിങ്ങളുടെ പെട്ടിയിൽ വീഴ്ത്തി ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തി നിങ്ങൾക്ക് 10 വർഷത്തിന് ശേഷം അധികാരത്തിൻ്റെ സ്വാദ് നുണയണമെന്നുള്ള അത്യാഗ്രഹമായിരുന്നു ഇതിൻ്റെ പുറകിൽ. ഇതിന് മലയാളത്തിലൊരു വാക്ക് മാത്രമേ ഉള്ളൂ. വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല, പല വാക്കും പറയാം. നമുക്ക് വേലിയിലെടുത്ത പാമ്പിനെ തോളിലിടുക എന്ന് പറയും. പിന്നെ വില കൊടുത്ത് ആരെ വാങ്ങി എന്ന് നമ്മൾ പറയും. അതിവിടെ മാന്യത കൊണ്ട് നമ്മൾ പറയുന്നില്ല എന്ന് മാത്രം. അത് നമ്മുടെ പ്രേക്ഷകർ നിശ്ചയിക്കട്ടെ. എന്തായാലും സാർ ആ വാക്ക് ഇന്ന് പിൻവലിച്ചു എന്നുള്ളതിൽ സന്തോഷം. അതും കൂടെ നമ്മുടെ പ്രേക്ഷകർ കേൾക്കട്ടെ. അത്രത്തോളം സൽബുദ്ധി അദ്ദേഹത്തിന് ഉണ്ടായതിൽ നമ്മൾ അദ്ദേഹത്തെ അഭിനന്ദിക്കുക ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ താങ്ക് യു. അടച്ചാക്ഷേപിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ള വളരെ വ്യക്തമാണല്ലോ. നമ്മുടെ പ്രിയദർശിനി തുടങ്ങിയത് എല്ലാ സ്ത്രീകൾക്കും ഒരുപോലെ, പാവപ്പെട്ടവരെന്നോ പണക്കാരെന്നോ വയസ്സുള്ളവർക്ക് കൂടിയവരെന്നോ ഒന്നുമുള്ള വിവേചനങ്ങളില്ല. കൃത്യമായി ഒത്തിരി കാഷ്വലായിട്ടാണ് പറഞ്ഞത്. പത്രങ്ങളൊന്നും ഇല്ലാത്തൊരു ചെറിയൊരു മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് സമ്മേളനം പോലൊരു മീറ്റിംഗ് ആയിരുന്നു. അവിടെ പറഞ്ഞപ്പോൾ ഞാൻ പറയേണ്ടാതിരുന്ന ചില വാക്കുകൾ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ. അത് ആർക്കെങ്കിലും ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ടുണ്ടാവും. അതിലെനിക്ക് യാതൊരു ഈഗോയും ഇല്ല. അങ്ങനെ ഞാൻ ശ്രദ്ധിക്കണമായിരുന്നു. ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞു, അത് ശ്രദ്ധിക്കണമായിരുന്നു. പറഞ്ഞല്ലോ, ഞാനത് പറയാൻ പാടില്ലായിരുന്നു. അവിടെ തീർന്നു അത്.